ഹലോ എവരി വൺ, വെൽക്കം ടു അനദർ ക്ലാസ്. നമ്മുടെ മാത്സ് ക്ലാസ് സീരീസ് കണ്ടിന്യൂ ചെയ്യുവാണ്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺസേൺസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. 3 kg of apples and 4 kg of oranges cost 210 rupees, and 5 kg of apples and 2 kg of oranges cost 175 rupees. Find the cost of 1 kg of apples എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം എന്ത് കണ്ടന്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യാന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് ആപ്പിളിൻ്റെ റേറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിലും ഓറഞ്ചിൻ്റെ റേറ്റ് നമുക്ക് അറിയില്ല. ആപ്പിളിൻ്റെ റേറ്റ് നമുക്കറിയത്തില്ല, ഓറഞ്ചസിൻ്റെ റേറ്റോ, അതായത് ഒരു കെ ജി എഫ് ആപ്പിളിൻ്റെ റേറ്റോ ഒരു കെ ജി എഫ് ഓറഞ്ചിൻ്റെ റേറ്റും അറിയില്ല. നമുക്ക് 2 അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അപ്പം അങ്ങനെ 2 അൺനോൺ വാല്യൂസും ഉണ്ട്. ആ 2 അൺനോൺ വാല്യൂസിനെ കണക്ട് ചെയ്യുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളും തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഇത് CBSE ആണെങ്കിലും സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും 10th ഗ്രേഡിലെ ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഡൗൺലോഡബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാം. അതിലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ്. അതിപ്പം SSC ആണെങ്കിലും ഇൻക്ലൂഡിങ് എനിക്ക് തോന്നുന്നു ബാങ്കിങ് സെക്ഷനിലാണെങ്കിലും ഒരുവിധപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കേരള PSC ആണെങ്കിലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ലീനിയർ ഇക്വേഷൻസ് ആൻഡ് 2 വേരിയബിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ലീനിയർ ഇക്വേഷൻസ് ആൻഡ് 2 വേരിയബിൾസ് സോൾവ് ചെയ്യാൻ 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. 2 മെത്തേഡ്സ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. രണ്ടാമത്തത് എലിമിനേഷൻ മെത്തേഡ്. ആക്ച്വലി എലിമിനേഷൻ മെത്തേഡാണ് കുറേ കൂടി നമുക്ക് എല്ലായിടത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ്. എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷനും ഓക്കെയാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ്റെ ഒരു ക്യാരക്ടർ പോലെ ഇരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. പക്ഷേ ഈ എലിമിനേഷൻ നമുക്ക് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിനും ആപ്ലിക്കബിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അത്ര ആപ്റ്റ് അല്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ അല്ലാതെ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടാസ്ക് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഒക്കെ പറഞ്ഞാൽ AX + BY = C ആൻഡ് സം DX + EY = F എന്നുള്ള ഫോമാറ്റിലൊക്കെയാണ്. പക്ഷെ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. എന്താണോ തന്നിട്ടുള്ളത് നമുക്ക് അതിനെ ഒന്ന് ഒരു മാത്സ് ഫോർമുലയിലേക്ക് കൊണ്ടുപോയാൽ മതി. നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് 3 kg ഓഫ് ആപ്പിൾസിൻ്റെ റേറ്റും 4 kg ഓഫ് ഓറഞ്ചസിൻ്റെ റേറ്റും കൂടി സം ചെയ്തിട്ടുണ്ടെങ്കിൽ 210 കിട്ടും. സോ നമുക്ക് 1 kg ഓഫ് ആപ്പിളിൻ്റെ റേറ്റ് അറിയത്തില്ല. 1 kg ഓഫ് ആപ്പിളിൻ്റെ റേറ്റ് അറിയില്ല. അത് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കുക, X rupees ആണ്. അതുപോലെ 1 kg ഓഫ് ഓറഞ്ചസിൻ്റെ റേറ്റ് Y rupee ആണ്. അങ്ങനെയാണെങ്കിൽ 3 kg ഓഫ് ആപ്പിളിൻ്റെ നമുക്ക് 3x എന്ന് എടുത്തൂടെ? നമ്മളോട് പറഞ്ഞ 1 kg ഓഫ് ആപ്പിളിൻ്റെ റേറ്റ് ആണ് X. അങ്ങനെയാണെങ്കിൽ 3 kg ഓഫ് ആപ്പിളിൻ്റെ റേറ്റ് 3x എന്ന് കിട്ടും. അതുപോലെ 4 kg ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് 4y ആണ് കിട്ടും. ഇതിൻ്റെ സമ്മാണ് ₹210 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആപ്പിളിൻ്റെ റേറ്റ് 3 kg ആകുമ്പോൾ 3x ആവും. 1 kg x, 3 kg ആകുമ്പോൾ 3x. 1 kg ഓറഞ്ചിൻ്റെ റേറ്റ് വൈയും, അപ്പം 4 kg ഓഫ് ഓറഞ്ചസ് ആകുമ്പോൾ 4y ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് 5 kg ഓഫ് ആപ്പിളിൻ്റെ റേറ്റ് ആണ്. 1 kg x ആണെങ്കിൽ 5 kg വരുമ്പോൾ 5x വരും. അതുപോലെ 2 kg ഓഫ് ഓറഞ്ച് എന്ന് പറഞ്ഞു, നമുക്കത് 2y ആയിട്ട് എടുക്കാം, which is equal to 175. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇത് 2 ഇക്വേഷൻസ് ഉണ്ടാവും. 2 വേരിയബിൾസ് വരുന്ന സമയത്ത് 2 ഇക്വേഷൻസ് നമുക്ക് ഉണ്ടെങ്കിലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് ഏത് മെത്തേഡിലാണ് എലിമിനേഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആക്ച്വലി എക്സിൻ്റെയോ വൈൻ്റെയോ കോഎഫിഷ്യൻ്റ് 1 ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, രണ്ടിടത്തും എക്സിൻ്റെ ഒരെണ്ണത്തിൻ്റെ കോഎഫിഷ്യൻ്റ് 3ഉം ഇവിടെ 5ഉം ആണ്. രണ്ടും 1 അല്ല. വൈയുടെ കോഎഫിഷ്യൻ്റ് ഒന്ന് 4ഉം ഒന്ന് 2 ആണ്, അതും 1 അല്ല. അപ്പം നമുക്ക് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള മെത്തേഡ് ഓഫ് എലിമിനേഷൻ ആണ്. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. എലിമിനേഷൻ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വേരിയബിൾ, ശരിക്കും രണ്ടും നമ്മൾ ചെയ്യുന്ന സെയിം ആണ്, ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയും. സബ്സ്റ്റിറ്റ്യൂഷനിലും അത് തന്നെയാണ്.
ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റ് എക്സിൻ്റെയോ വൈൻ്റെയോ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കും. എങ്ങനെയാണ് സെയിം ആക്കുന്നത്? ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ബൈ എ കോൺസ്റ്റൻറ്റ്. വേണമെങ്കിൽ 2 ഇക്വേഷനും ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്താലും മതി. എങ്ങനെയാണോ നമുക്ക് ഈക്വൽ ആക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ദ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യണം, അതാണ് റൂള്. ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാം, അല്ല വൈയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാം. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണമെങ്കിൽ നമുക്ക് 2 ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ ഇക്വേഷനെ 5 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താലേ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആവുള്ളൂ, 15ലേക്ക് പോവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് വൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് 4y ഒന്ന് 2y ആണ്. ഈ 2yനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4y ആവും. അപ്പം വൈയുടെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ആക്കുന്നതാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. അപ്പം നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നോക്കിക്കോ, 5 × 2 വരുമ്പം 10x എന്ന് വരും. 2y ആകുമ്പം 2 × 2y 4y ആവും, ഈക്വൽ ടു 175 × 2 എന്ന് വരും. സോ 350 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി ആദ്യത്തെ നമുക്ക് തന്നിട്ടുള്ള ഓൾറെഡി ഉള്ള നമ്മൾ കണ്ടുപിടിച്ചുള്ള ഇക്വേഷൻ എടുക്കാം. 3x + 4y = 210. ഇനി ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 2 ഇക്വേഷൻസ് സം ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. എപ്പോഴാണ് സം ചെയ്യുക, എപ്പോഴാണ് സബ്സ്ട്രാക്ട് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഎഫിഷ്യൻറ്റിൻ്റെ, അതായത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത കോഎഫിഷ്യൻറ്റിൻ്റെ സൈൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കോഎഫിഷ്യൻറ്റിൻ്റെ സൈൻ, ആ കോഎഫിഷ്യൻ്റെ സൈൻ സെയിം ആണെങ്കിൽ, അതായത് രണ്ടും പോസിറ്റീവോ രണ്ടും നെഗറ്റീവോ ആണെങ്കിൽ അത് സബ്സ്ട്രാക്ട് ചെയ്യാം. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 4yയും 4yയും രണ്ടും പോസിറ്റീവാണ്, വിച്ച് മീൻസ് അതെന്താണ്, ഈക്വൽ സൈനാണ്, രണ്ടും പോസിറ്റീവ് സൈനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷനിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. അത് എങ്ങോട്ട് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 3 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ 10x - 3x 7x എന്ന് വരും. 4y - 4y രണ്ടും പോസിറ്റീവാണ്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 0 ആവും, ഈക്വൽ ടു 350 - 210 ഈക്വൽ ടു 140 എന്ന് കിട്ടും. സോ 7x + 0 = 140, which means 7x = 140. അവിടെ നിന്ന് നമുക്ക് x = 140/7 = 20 എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി, ആപ്പിളിൻ്റെ റേറ്റ് ആണ് നമ്മൾ x ആയിട്ട് എടുത്തിരുന്നത്. ക്വസ്റ്റിനും അത് തന്നെയാണ്, 1 kg ഓഫ് ആപ്പിളാണ്. ആൻസർ 20 rupees എന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി സോൾവ് ചെയ്യണം. ഓറഞ്ചിൻ്റെ റേറ്റ് ഒക്കെയാണ് ചോദിച്ചതെങ്കിൽ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 തന്നെ എടുക്കാം. 3x + 4y = 210. എക്സിൻ്റെ പൊസിഷനിലേക്ക് നമുക്ക് 20 ഇട്ട് കൊടുക്കാം. സോ 3 × 20 + 4y = 210. സോ 3 × 20 60 + 4y = 210. അവിടെ നിന്ന് 4y = 210 - 60, that is equal 150. So y = 150 divided by 4 എന്ന് കിട്ടും. 4 സബ്സ്ട്രാക്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എടുക്കുക, which is equal to 37.5 rupees എന്ന് കിട്ടും. ഇതാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡിൽ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റ് എക്സിൻ്റെയോ വൈൻ്റെയോ കോഎഫിഷ്യൻറ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സെയിം ആക്കുക. എന്നിട്ട് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വേരിയബിൾ കൊണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ചിലപ്പോൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് 4 2ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് നമ്മളൊരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഈക്വൽ ആയത്. അതർവൈസ് നമ്മൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല, കാരണം ഒന്ന് 3ഉം ഒന്ന് 5ഉം ആണ്. അപ്പോൾ അത് 2 ഇക്വേഷനും മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ അടുത്ത് ചെയ്യേണ്ടത്, നമ്മൾ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്ത കോഎഫിഷ്യൻറ്റുകൾ ഈക്വൽ സൈൻ ആണെങ്കിൽ, അതായത് രണ്ടും പോസിറ്റീവും രണ്ടും നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുക. ഇനി അതല്ല, കോഎഫിഷ്യൻറ്റുകളിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസ് രണ്ടും കൂടി അങ്ങ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു വേരിയബിളിലേക്ക് പോകും. ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആവും. അതിൽ നിന്ന് നമുക്ക് ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, അതാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ആൻസർ ടിക്ക് ചെയ്യുക. ഓർ എൽസ് നമ്മുടെ
ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഗെയിൻ അതും വേറൊരു ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആവും. അതിൽ നിന്ന് നമ്മുടെ അടുത്ത വേരിയബിളിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 10th ഗ്രേഡിൽ CBSEൻ്റെ 10th ഗ്രേഡിൽ തന്നെ ഉണ്ട്. എനിക്കൊന്നു 2nd or 3rd ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. 9th അതിൻ്റെ ബേസ് ഉണ്ട്, അതായത് ഇക്വേഷൻസ് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പം ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ അത് 9th ബേസിക്സ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും 10th അതിൻ്റെ സൊല്യൂഷൻസ് ചെയ്യുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ വർക്ക്ഷീറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.